ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സുമായിട്ട് പരിചയമുള്ള, അവരുടെ കമ്മിറ്റിയിൽ, അതായത് പാർട്ടിയുടെ ദേശീയ കമ്മിറ്റിയിൽ ഇരിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ ഇന്ത്യയിൽ 12 സ്ത്രീകളെ സെലക്ട് ചെയ്തപ്പോ നിങ്ങളുടെ സഹോദരിയായിട്ടുള്ള ശോഭയും കഴിഞ്ഞ 6 മാസം മുമ്പ് ആ കമ്മിറ്റിയിൽ ഉണ്ടെങ്കിൽ ഞാൻ പോയാ പോരെ നിയമസഭയിൽ എന്നുള്ള ചോദ്യമാണ് ഞാൻ ഇവിടുത്തെ വോട്ടർമാരുടെ മുന്നിൽ ചോദിക്കുന്നത്. 5 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താനല്ല നമ്മൾ പോകുന്നത്. 700 കോടിയുടെ കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ ഉൾപ്പെടെ ഇന്ന് പറഞ്ഞില്ലേ, ഇന്ന് മന്ത്രി അവിടെ പ്രസംഗിച്ചപ്പോ പറഞ്ഞു, നിങ്ങൾക്ക് ആടിനെ വളർത്താൻ, പശുവിനെ വളർത്താൻ, മത്സ്യകൃഷി ചെയ്യാൻ, ഇവിടുത്തെ നെൽകൃഷിക്ക് വേണ്ടി കോടാനുകോടി രൂപ കേന്ദ്ര ഗവൺമെന്റ് മാറ്റിവെക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു ശോഭയെ വിജയിപ്പിക്കൂ, ശോഭയെ വിജയിപ്പിച്ച ഒരു അവസരം തരൂ എന്ന് ആ ക്യാബിനറ്റ് മിനിസ്റ്റർ സംസാരിച്ചുവെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഞാൻ പോകാം. കേരളത്തിന്റെ നിയമസഭയിൽ നമുക്ക് കണക്കുകൾ ചോദിക്കാനുണ്ട്. ആ കണക്കുകൾ ചോദിച്ചു വാങ്ങിക്കൊണ്ടുവരാൻ നിങ്ങൾ എല്ലാവരും വലിയ ഭൂരിപക്ഷത്തിൽ എന്നെ വിജയിപ്പിക്കാൻ എല്ലാ ദിവസവും, ഇനി കുറഞ്ഞ ദിവസമേ ഉള്ളൂ, രാവിലെ എണീക്കുമ്പോ ഇങ്ങനെ പറയണം. എന്താണ്? മകൻ പരീക്ഷയ്ക്ക് പോകുമ്പോ പ്രാർത്ഥിക്കാറില്ലേ? ഭർത്താവ് അകലേക്ക് പോകുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കില്ലേ? അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ശോഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ, ശോഭ ജയിക്കണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. കൂട്ടത്തിൽ പ്രവർത്തിക്കുക.